നമസ്കാരം. പ്രധാന വാർത്തകൾ. എം.ആർ. അജിത് കുമാറിന് പ്രമോഷൻ നൽകിയതിൽ തെറ്റില്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ.കെ. ബാലൻ. അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകരുതെന്ന് ഒരു കോടതി വിധിയിലും പറഞ്ഞിട്ടില്ല. സിപിഎം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പുറത്തിറക്കി. കോൾമന്നം ഏരിയ സമ്മേളനത്തിന് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പ്രതിനിധി സമ്മേളനത്തോടെ തുടക്കം. വാർഡ് പുനർവിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. പട്ടാമ്പി നഗരസഭ ഉൾപ്പെടെ 9 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി. അശാസ്ത്രീയ വാർഡ് വിഭജനം ആരോപിച്ച് പാലക്കാട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മുസ്ലിം ലീഗ് പ്രതിഷേധം. ബിജെപിയുടെ തുടർഭരണം ലക്ഷ്യമിട്ട് നടത്തിയ വാർഡ് വിഭജനത്തിന് ചുക്കാൻ പിടിച്ചത് സിപിഎം അനുകൂല ഉദ്യോഗസ്ഥ സംഘടനാ നേതാക്കളെന്ന് IUML സംസ്ഥാന കമ്മിറ്റി അംഗം MM ഹമീദ്. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NHM ജീവനക്കാരുടെ സൂചനാ പണിമുടക്ക്. NHM എംപ്ലോയീസ് ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. സംസ്ഥാനത്ത് 10,000-ഓളം NHM ജീവനക്കാർ പണിമുടക്കിയതായി ഫെഡറേഷൻ. സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റപ്പാലത്ത് KSTA മാർച്ചും ധർണയും. അന്യായമായ വൈദ്യുതി നിരക്ക് വർധനയാരോപിച്ച് കോൺഗ്രസിന്റെ പ്രക്ഷോഭം തുടരുന്നു. പട്ടാമ്പി മിനി വൈദ്യുതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച്. സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അമ്പലപ്പാറയിൽ കായിക പ്രേമികളുടെ സ്വപ്ന സാക്ഷാത്കാരമായി ആധുനിക കളിസ്ഥലം ഒരുങ്ങുന്നു. ചെറുമുണ്ടശ്ശേരിയിലെ കളിസ്ഥലം നവീകരിക്കുന്നത് 1 കോടി രൂപ ചെലവിൽ. നിർമ്മാണോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ഓഫീസുകളും ഹരിത കാര്യാലയങ്ങളാക്കുന്ന നടപടികൾ തുടങ്ങി. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഡിസംബർ 30-നകം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ജലസംഭരണി യാഥാർത്ഥ്യമാകുന്നു. പ്രവൃത്തിക്ക് 4 കോടിയുടെ ഭരണാനുമതിയായി. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ വരവറിയിച്ച് എങ്കക്കാട് ദേശപ്പാന. ആനയുടെ സവിശേഷത ഉദയം മുതൽ ഉദയം വരെ നീളുന്ന ചടങ്ങുകൾ. അന്നദാനത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. ADGP M.R. അജിത് കുമാറിന് പ്രമോഷൻ നൽകിയതിൽ തെറ്റില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം A.K. ബാലൻ. ചിറ്റൂരിൽ നടക്കുന്ന CPM ജില്ലാ സമ്മേളന ലോഗോ പ്രകാശനം നിർവഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു A.K. ബാലൻ. അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന് പ്രമോഷൻ കൊടുക്കാൻ പാടില്ലെന്ന് ഒരു കോടതി വിധിയും പറഞ്ഞിട്ടില്ലെന്ന് A.K. ബാലൻ പറഞ്ഞു. സാങ്കേതികമായും നിയമപരമായും അതിൽ യാതൊരു തടസ്സവുമില്ല. അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഒരു കോടതിയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്രീസിഡന്റും. അതുകൊണ്ട് അതിൽ യാതൊരു തകരാറുമില്ല. അതൊന്നും നേരിടാൻ പറ്റുന്ന രൂപത്തിലുള്ള വെല്ലുവിളിയൊന്നും അവിടെ നിന്നുണ്ടായിട്ടില്ല. അങ്ങനെയോട്ട് ഉണ്ടാകാനും പോകുന്നില്ല. അതെല്ലാം ഏറെക്കുറെ പരിഹരിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വൈക്കൽത്തുരുമ്പ് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷത്തിനപ്പുറം ഇതിൽ വേറൊരു കാര്യവും പ്രത്യേകിച്ചില്ല. കൊഴിഞ്ഞാമ്പാറയിലെ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ ഗൗരവമുള്ളതല്ല. അവിടുത്തെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചു. മുമ്പെങ്ങുമില്ലാത്ത വിധം വർഗീയ ശക്തികളും മറ്റ് താൽപ്പര്യക്കാരും പാർട്ടിയെ ആക്രമിക്കുകയാണ്. എന്നാൽ വർഗ ബഹുജന സംഘടനകളെ ശക്തിപ്പെടുത്തി പാർട്ടി കരുത്താർജിച്ചെന്നും A.K. ബാലൻ പറഞ്ഞു. ആ രൂപത്തിൽ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത രൂപത്തിലുള്ള വെല്ലുവിളിയും പ്രതിസന്ധിയും നിറഞ്ഞൊരു കാലഘട്ടത്തിൽ കൂടുതൽ പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തി, വർഗഭൂജന സംഘടനകളെ ശക്തിപ്പെടുത്തി, ജനങ്ങളുടെ ഏറ്റവും ശക്തമായ പ്രസ്ഥാനമാക്കി CPIM-നെ മാറ്റിയെടുക്കുന്നതിൽ 24-ാം പാർട്ടി കോൺഗ്രസും അതിനോടനുബന്ധിച്ച സംസ്ഥാന സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും കീഴ്ഘട സമ്മേളനങ്ങളും നിർണായകമായ പങ്കുവഹിക്കും. ചിറ്റൂരിൽ നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ A.K. ബാലൻ പ്രകാശനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ V. ചെന്താമരാക്ഷൻ, TM ശശി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രണ്ടാം പിണറായി സർക്കാർ മോശമാണെന്ന പ്രചാരണം മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. CPIM കുഴൽമന്നം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചത് വർഗീയ ശക്തികളായ BJP-യുടെയും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുടെ 10,000-കണക്കിന് വോട്ട് കൊണ്ടാണെന്നും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. CPM ഇവരും ബീരാന്നൊക്കെ പറഞ്ഞ് ആരോപിച്ചില്ലേ?
FTPI ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് കോൺഗ്രസിന്. പരുത്തിപ്പുള്ളിയിൽ ബുധനാഴ്ച ആരംഭിച്ച CPIM കുഴൽമന്നം ഏരിയ സമ്മേളനത്തിൽ S. അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും R. സുരേന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മുൻ MLA V. ചന്താമരാക്ഷൻ, DYFI മുൻ ജില്ലാ സെക്രട്ടറി TM ശശി, K. ശാന്തകുമാരി MLA, ശിവദാസൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ബുധനാഴ്ച പ്രതിനിധി സമ്മേളനവും ചർച്ചയും നടന്നു. വ്യാഴാഴ്ച ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും റെഡ് വളണ്ടിയർ മാർച്ചും വൈകുന്നേരം പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നു. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. മുൻ MLA CP മുഹമ്മദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി കോളേജ് സ്റ്റോപ്പ് പരിസരത്ത് നിന്നാണ് KSEB ഓഫീസ് മാർച്ച് ആരംഭിച്ചത്. നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. മാർച്ച് പട്ടാമ്പി കൂമ്പൻകല്ലിലുള്ള മിനി വൈദ്യുത ഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ മുൻ MLA CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 6 തവണ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു. ഒന്നിച്ച് വർദ്ധിപ്പിക്കുന്നില്ല. അതിന്റെ ഒരു മനഃശാസ്ത്രം ഒന്നിച്ച് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഇത് അനുഭവപ്പെടാതെ പോകാൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ വായിച്ചൊരു ഇംഗ്ലീഷ് കഥയുണ്ട്. ഒരാൾക്ക് ജീവനുള്ള തവളയെ കൊല്ലണം. അപ്പോ അടുപ്പത്ത് വെള്ളം വെച്ച് വെള്ളം തിളക്കുമ്പോ അതിൽ തവളയെ ഇട്ടാൽ അങ്ങനെ കൊല്ലാൻ പറ്റില്ല. ചൂടറിയാതെ തവള കൊല്ലപ്പെടണം. അതിനാദ്യം പച്ചവെള്ളത്തിൽ തവളയെ ഇട്ട് അതിൻ്റെ അടിയിൽ തീ കൊളുത്തി മെല്ലെ മെല്ലെ ചൂടാകുമ്പോ തവള ഈ ചൂടറിയാതെ ചാവും. ഇതൊരു മനഃശാസ്ത്രമാണ്. അതുപോലെയാണ് 10 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് 10 തവണ ഓരോ രൂപയായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ല. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷത വഹിച്ചു. PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, KR നാരായണസ്വാമി, വാഹിദ് കൽപ്പക, C സംഗീത, ജിതേഷ് മോഴിക്കുന്നം, P രൂപേഷ്, സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തദ്ദേശ വാർഡ് പുനർവിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. പട്ടാമ്പി നഗരസഭ ഉൾപ്പെടെ സംസ്ഥാനത്തെ 9 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി. 8 നഗരസഭകളിലെയും ഒരു ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജന നടപടികളാണ് കോടതി റദ്ദാക്കിയത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. പാലക്കാട് നഗരസഭയിൽ BJPയുടെ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് നടത്തിയ വാർഡ് വിഭജനത്തിന് ചുക്കാൻ പിടിച്ചത് CPM അനുകൂല ഉദ്യോഗസ്ഥ സംഘടനാ നേതാക്കളെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം MM ഹമീദ്. അശാസ്ത്രീയ വാർഡ് വിഭജനം ആരോപിച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM ഹമീദ്. 52 വാർഡുകളുള്ള നഗരസഭയിൽ വർദ്ധിക്കുന്നത് ഒരു വാർഡ് മാത്രമാണ്. ഇതിനായി ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് 52 വാർഡിനെയും വിഭജിച്ചതെന്ന് MM ഹമീദ് ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റല്ല സെക്രട്ടറി എന്ന് മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡപ്രകാരം വാർഡ് വിഭജനം നടന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ഹമീദ് പറഞ്ഞു. ഒരു വാർഡാണ് ഇവിടെ വർദ്ധിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വാർഡ് വർദ്ധിപ്പിക്കുന്നതിന് ഇവിടെ നടത്തിയിട്ടുള്ള വാർഡ് വിഭജനത്തിന്റെ കരട് പട്ടിക അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെയൊക്കെയോ അഴിമതി കൂടുതൽ വർദ്ധിപ്പിച്ച് ഭരണം നടത്തുന്നതിനാവശ്യമായ ആളുകളെ കൗൺസിലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിൽ ഒരു വാർഡ് വിഭജനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. AM സലീം അധ്യക്ഷത വഹിച്ചു. സൈദാലി പൂളക്കാട്, സയ്യിദ് മീരാൻ ബാബു, ബഷീർ ഒലവക്കോട്, ഹസനുപ്പ, അഷ്റഫ് പറക്കുന്നം, സുബൈർ ജൈനിമേട്, അഷ്റഫ് വെണ്ണക്കര എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാനത്തെ 16,000-ഓളം NHM ജീവനക്കാർ സൂചനാ പണിമുടക്ക് നടത്തി. NHM എംപ്ലോയീസ് ഫെഡറേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം.
ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ച് അരിയർ ഉടൻ ലഭ്യമാക്കുക, പ്രസവാവധി നൽകുന്നതിലെ സാങ്കേതികത്വം പരിഹരിക്കുക, എല്ലാ ജീവനക്കാർക്കും PF ആനുകൂല്യം ലഭ്യമാക്കുക, ദിവസവേതന ജീവനക്കാരെ കരാർ ജീവനക്കാരായി മാറ്റുക, സമഗ്രമായ HR നയം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും ജീവനക്കാർ മാർച്ചും ധർണയും നടത്തി. തൃശൂരിൽ NHM ഓഫീസിൽ നിന്ന് DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. DMO ഓഫീസ് അങ്കണത്തിൽ നടന്ന ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റും NH എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കിരൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മീര നിമേഷ്, ജില്ലാ സെക്രട്ടറി CC പോൾ, CITU തൃശൂർ ഏരിയ സെക്രട്ടറി T സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് പോലും ഇപ്പൊ NHMന്റെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഫീൽഡിലായിരുന്നു. എല്ലാവർക്കും പേടിയാ കോവിഡിന്. ആശാവർക്കന്മാർ വീട്ടിൽ മരുന്ന് കൊണ്ടുകൊടുക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്കും ഉറക്കമില്ലാത്ത രാത്രി 1 മണിക്കും 2 മണിക്കും പോലും ഞങ്ങൾ JPHമാരെ പോലും JCമാരെ പോലും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഈ സമൂഹത്തിലുള്ള ആളുകളോട് പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് രാവും പകലുമില്ലാതെ മഴയും വെയിലുമില്ലാതെ വർക്ക് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കലാമണ്ഡലം റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ധർണ കലാമണ്ഡലം റിട്ടയേർഡ് പ്രിൻസിപ്പൽ M ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനുവരിയിൽ നടത്താനിരിക്കുന്ന അനിശ്ചിതകാല സമരത്തിന്റെ മുന്നോടിയായാണ് കലാമണ്ഡലത്തിന് മുന്നിൽ അവകാശ ദിനം സംഘടിപ്പിച്ചത്. UGC 6-7 ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ചു കിട്ടുന്നതിന് പലതവണ പരാതി നൽകിയിട്ടും സർക്കാരിൽ നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും. 70-90 വർഷത്തെ പാരമ്പര്യമുള്ള കലാമണ്ഡലത്തിന് മുമ്പിൽ വെള്ളത്തോട് സ്ഥാപിച്ച ഈ സ്ഥാപനത്തിലെ ആശാന്മാരുടെ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ഈ വിശ്വോത്തരമായ സ്ഥാപനം നിരവധി കാലം ജോലി ചെയ്ത് അവർക്ക് അർഹപ്പെട്ട പെൻഷൻ, കമ്മ്യൂട്ടേഷൻ, TCRG തുടങ്ങിയ ലഭ്യമാവേണ്ട പരിഷ്കരണങ്ങൾ ലഭിക്കാതെ പോകുന്നത് ഈ കലയോടും സ്ഥാപനത്തോടും ജീവനക്കാരോടും കലാകാരന്മാരോടും ചെയ്യുന്ന അനീതിയാണ്. യൂണിയൻ സെക്രട്ടറി കലാമണ്ഡലം S ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം PV ഈശ്വരനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. കലാമണ്ഡലം M കൃഷ്ണകുമാർ സ്വാഗതവും ഗിരിജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുൻ SFI DYFI നേതാവും CPM കുഴൽമന്നം മുൻ ഓഫീസ് സെക്രട്ടറിയും ബ്രാഞ്ച് അംഗവുമായ M ലെനിൻ BJPയിൽ ചേർന്നു. BJP പാലക്കാട് ജില്ലാ ഓഫീസിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിൽ നിന്ന് ലെനിൻ അംഗത്വം സ്വീകരിച്ചു. SFI കുഴൽമന്ദം മുൻ ഏരിയ സെക്രട്ടറി, SFI പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം, DYFI മഞ്ഞളൂർ മേഖലാ സെക്രട്ടറി, DYFI മഞ്ഞളൂർ ബ്ലോക്ക് സെക്രട്ടറി, ദേശാഭിമാനി ലേഖകൻ എന്നീ നിലകളിൽ ലെനിൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടിയിലെ ഏകാധിപത്യപരമായ സമീപനത്തിലും അടിച്ചമർത്തലിലും പ്രതിഷേധിച്ചാണ് പാർട്ടി വിടാനുള്ള തീരുമാനമെടുത്തതെന്ന് ലെനിൻ പറഞ്ഞു. രാജ്യത്തെ രക്ഷിക്കാൻ മോദിയുടെ നേതൃത്വത്തിനും BJPക്ക് മാത്രമേ കഴിയൂവെന്നും ലെനിൻ പറഞ്ഞു. ഞാൻ തീരുമാനിക്കുന്നത് യുവാക്കൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ ഭാവിയും അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബികോം കഴിഞ്ഞിട്ടുള്ള ആളാണ്. അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്കും സാധാരണ ജനങ്ങൾക്കും ഒരുപാട് പദ്ധതികൾ ശ്രീ മോദിജി ഫലവത്തായി കൊണ്ടുവന്നിട്ടുണ്ട്. അത് പക്ഷേ ജനങ്ങളിലേക്ക് എത്തി ആ ജനങ്ങളിലേക്ക് അറിയിക്കാൻ കേരള ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടില്ല, തയ്യാറായിട്ടില്ല. അത് ഏറ്റവും കൂടുതൽ അറിയിക്കുകയാണെങ്കിൽ ഇന്ന് താഴേക്കുള്ള കുടിൽ വ്യവസായം പോലെ ഉള്ള തുടങ്ങാനുള്ള പദ്ധതികൾ ഇഷ്ടംപോലെ പദ്ധതികളുണ്ട്. ഞാൻ പാർട്ടിയുടെ നിൽക്കുന്നതോടെ തന്നെ മറ്റു പാർട്ടിക്കാരെ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് മോദിജി എന്ന് പറയുന്ന CPM-കാരന്റെ പ്രധാനമന്ത്രി ആവാതിരിക്കില്ലല്ലോ, എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം കൊണ്ടുവരുന്ന പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ലെനിനെ ഷോൾ അണിയിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിൽ നിന്ന് ലെനിൻ അംഗത്വം സ്വീകരിച്ചു. അറിയപ്പെടുന്ന നേതാവാണ്. SFIയുടെ കുഴൽമന്ദം ഏരിയ സെക്രട്ടറി ആയിരുന്നു. SFIയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം, SFI മഞ്ഞളൂർ DYFIയുടെ മഞ്ഞളൂർ മേഖലാ സെക്രട്ടറി, കുഴൽമന്ദം ബ്ലോക്ക് കമ്മിറ്റി അംഗം, CPM-ന്റെ കുഴൽമന്ദം പാർട്ടി ഓഫീസിന്റെ മുൻ ഓഫീസ് സെക്രട്ടറി,
ദേശാഭിമാനിയുടെ ലേഖകൻ എന്നീ നിലയിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആർ മുകുന്ദൻ, ഇവർ രണ്ടുപേരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ, മറ്റൊരാൾ അമരേഷ്, ഈ 3 പേര് ഇന്ന് BJPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുഴൽമന്നത്ത് വലിയ മാറ്റമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമഗ്ര ശിക്ഷ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നും കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒറ്റപ്പാലത്ത് KSDA പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഒറ്റപ്പാലം പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. മാർച്ചിന് ശേഷം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ധർണ KSDA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം A. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം BRC പരിധിയിലെ 250ഓളം അധ്യാപകരും ജീവനക്കാരുമാണ് മാർച്ചിലും ധർണയിലും അണിനിരുന്നത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ തകർക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നീക്കങ്ങളും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഒരു 2-3 വർഷമായി, ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ടാണ് കേരളത്തിനെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട്, സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എല്ലാ മേഖലയും തകർക്കാൻ ആവശ്യമായ ബോധപൂർവമായ ശ്രമങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയായി പ്രവർത്തിക്കുന്നത് സമഗ്ര ശിക്ഷ കേരളയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കാൻ ആവശ്യമായ, എല്ലാ പ്രവർത്തനങ്ങളെയും സ്തംഭിപ്പിക്കാൻ ആവശ്യമായ നീക്കങ്ങളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. KSDA ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം K. പ്രസാദ്, KRTA ജില്ലാ പ്രസിഡന്റ് K. ജിഷ, KACPU ജില്ലാ പ്രസിഡന്റ് N. ഫൈസൽ, KSSTSU സംസ്ഥാന ട്രഷറർ P. ചിത്രപ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നേതാക്കളായ CV രാജേഷ്, K. വേണു, C. സുനിത, B. ധരേഷ്, S. സുജീഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ജില്ലാ കമ്മിറ്റി അംഗം PM വെങ്കടേശ്വരൻ സ്വാഗതവും സബ് ജില്ലാ സെക്രട്ടറി EP ഗിരീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലം നിർമ്മാണോദ്ഘാടനം ചെറുമുണ്ടശ്ശേരിയിൽ ഉത്സവ പ്രതീതിയോടെ നടന്നു. 1 കോടി രൂപ ചെലവിലാണ് കളിസ്ഥലം നവീകരിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ നിർവഹിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്കായി 2023-2024 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി കേരള സർക്കാർ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. 92.71 ലക്ഷം രൂപയ്ക്ക് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സാങ്കേതിക അനുമതി നൽകി ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ നടപടി പൂർത്തീകരിച്ച് 8 മാസമാണ് പ്രവൃത്തിയുടെ കാലാവധി. കളിസ്ഥലത്ത് പ്രധാനമായും ഗ്രൗണ്ട് ഡെവലപ്മെന്റ്, മഡ് ഫുട്ബോൾ കോർട്ട്, മഡ് വോളിബോൾ കോർട്ട്, മഡ് കബഡി കോർട്ട്, ഡ്രെയിൻ, ഫെൻസിംഗ്, ഇന്റർലോക്ക്, റിട്ടൈനിംഗ് വാൾ, സ്പോർട്സ് ഉപകരണങ്ങൾ, ഫുട്ബോൾ കോർട്ടിന്റെ ഫ്ലഡ് ലൈറ്റ് ആൻഡ് യാർഡ് ലൈറ്റിംഗ് എന്നീ ഘടകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിർമ്മാണോദ്ഘാടനം MLA K. പ്രേംകുമാർ നിർവഹിച്ചു. ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിനപ്പുറത്ത് കായിക മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് അണിനിരത്താൻ കഴിയുന്ന ഒരു നല്ല മൈതാനമായി ഈ മൈതാനം മാറും. സാമൂഹ്യ വിരുദ്ധർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ്, വേറെ എവിടുന്ന് വന്നവരല്ല. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ചാനലൈസ് ചെയ്ത് ഇതിലേക്ക് കൂടി ഇത്തരം, അതും ഒരു ചെറിയ പ്രശ്നമാണ്, നേരായ കളിക്കളം ഇല്ലെങ്കിൽ തെറ്റായ കളിക്കളത്തിൽ ആള് പോകുന്നു പറഞ്ഞതുപോലെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക, അവരെ കൂടി നേരായ പാതയിൽ നയിക്കാൻ. തീരെ നിർവാഹം ഇല്ലാത്തവരെ പിന്നെ നമുക്ക് നിവൃത്തിയില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുവരുത്താനും നമ്മുടെ നാടിനാകണം എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് ഖാസിം സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റ് T. ശശികുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ IC കമലാക്ഷി, PU വിനീത, ആസൂത്രണ സമിതി അംഗങ്ങളായ CC രാജൻ, K.
KP ഹരികൃഷ്ണൻ, CR മണികണ്ഠൻ, ബിനു, K രാമചന്ദ്രൻ, MR പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS ഷമീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ജലസംഭരണി യാഥാർത്ഥ്യത്തിലേക്ക്. കേന്ദ്രത്തിന് അനുവദിച്ച ജലസംഭരണിയും ജലസേചന സൗകര്യവും എന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. 4 കോടി രൂപയുടെ ഭരണാനുമതിയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. പ്രസിദ്ധിയാർജിച്ച പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇതോടെ നടപ്പിലാക്കപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും പ്രചാരം ലഭിച്ചിട്ടുള്ള നെൽവിത്തുകളിലേറെയും ഈ ഗവേഷണ കേന്ദ്രത്തിന്റെ സംഭാവനയാണ്. ടൺ കണക്കിന് നെൽവിത്തുകളും മറ്റും പച്ചക്കറി വിത്തുകളുമാണ് ഈ കേന്ദ്രത്തിൽ നിന്നും വർഷം തോറും വിറ്റഴിക്കപ്പെടുന്നത്. ഏറെ വരൾച്ച പ്രദേശത്തെ ഈ ഫാമിന് ചുറ്റുമായി 100 കണക്കിന് കുടുംബങ്ങളാണ് വസിക്കുന്നത്. ഇവരിൽ ഏറെയും വേനൽക്കാലമായാൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്നവരാണ്. പ്രദേശത്തിൻ്റെ ജലവിധാനം ഉയർത്തുക എന്നു മാത്രമാണ് ഈ ജലദൗർലഭ്യം പരിഹരിക്കുന്നതിനുള്ള ഏക പോംവഴി. ഇതിന് ഒരു പരിഹാരമെന്ന നിലയിലാണ് ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തെ സംഭരിച്ചുകൊണ്ട് കൃഷിക്ക് ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുകയും പ്രദേശത്തിൻ്റെ ജലവിധാനം ഉയർത്തുകയും ചെയ്യാൻ കഴിയുന്ന കൂറ്റൻ ജലസംഭരണി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തെ മുഹമ്മദ് മുഹസിൻ MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. വിശദമായ ചർച്ചകൾ ചെയ്യുന്നതിനും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനുമായി MLAയുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നു. കൃഷി ഒരു വിള കഴിഞ്ഞാൽ പലപ്പോഴും വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അത് പൂർണ്ണമായിട്ട് ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പരിഹരിക്കാൻ കഴിയും. ഒപ്പം തന്നെ ഭാവിയിൽ ഒരു ഫാം ടൂറിസം, അതായത് ഫാമുമായി ബന്ധപ്പെട്ട് പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഫാം സ്കൂൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകർഷകമായിട്ടുള്ള കാഴ്ചകൾ മാത്രമല്ല കൃഷിയെക്കുറിച്ച് പഠിക്കാൻ കൂടി കഴിയുന്ന രീതിയിലേക്ക് മാറുക എന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് ഇവിടെ ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ സെൻട്രൽ ഓർച്ചാർഡ് എന്ന് പറയുന്ന മറ്റൊരു വലിയൊരു സ്ഥാപനം പട്ടാമ്പിയിലുണ്ട്. 5 കോടി രൂപയുടെ വലിയ പദ്ധതി അവിടെ ആവിഷ്കരിച്ച് അത് അധികം വൈകാതെ അതിനുകൂടി ഭരണാനുമതി ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അത് ഫാം ടൂറിസമായി ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതിയൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കൂടിയുണ്ട്. ഈ 2 സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ഈ പദ്ധതികൾ വരുന്നതോടുകൂടി കാർഷിക മേഖലയിൽ കൂടുതൽ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് കൂടി അറിവ് ലഭിക്കാനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും റിസർച്ചിനും വലിയ സാധ്യതയുള്ള രീതിയിലേക്ക് ഇത് മാറും എന്നതിൽ യോഗത്തിൽ MLAയ്ക്ക് പുറമെ ഡോക്ടർ P രാജി, K ശോഭ, ഡോക്ടർ PP മൂസ, ഷഹീൻ, ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ, ഗവേഷണ കേന്ദ്രത്തിലെയും KIDCയിലെയും ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ സെൻട്രൽ ഗവൺമെന്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെൻഷൻ ദിനം ആചരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി MV മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ CGSPA ഓഫീസിൽ ചൊവ്വാഴ്ചയാണ് പെൻഷൻ ദിനം ആചരിച്ചത്. പ്രസിഡന്റ് C മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. M ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. M രവീന്ദ്രൻ, M ബാലസുബ്രഹ്മണ്യൻ, M രാജഗോപാലൻ, EP ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. K വേലായുധൻ സ്വാഗതവും P ആറുമുഖൻ നന്ദിയും പറഞ്ഞു. 8ാം ശമ്പള കമ്മീഷൻ ഉടൻ രൂപീകരിക്കണമെന്നും കോവിഡ് കാലത്ത് തടഞ്ഞുവെച്ച 18 മാസത്തെ DA കുടിശ്ശിക അനുവദിക്കണമെന്നും പെൻഷൻകാരെ ആദായനികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂട്ടേഷൻ കാലാവധി 15 വർഷത്തിൽ നിന്ന് 12 വർഷമായി ചുരുക്കണമെന്നും യോഗം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ എല്ലാ ഓഫീസുകളും ഹരിത ഓഫീസുകളാകുന്നു. ഈ മാസം 30-നകം ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജനുവരി 25-നകം എല്ലാ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് കേരളത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളാവുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ സിവിൽ സ്റ്റേഷനുകളിലെ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളാകും. ഇതിനായുള്ള പ്രവർത്തനങ്ങളാണ് പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ ആരംഭിച്ചത്. ജില്ലാ കളക്ടർ S ചിത്രയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഓഫീസ് മേധാവികളുടെ യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. സിവിൽ സ്റ്റേഷനിൽ അടിയന്തരമായി നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ ഈ മാസം 26-നകം പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഹരിത ഓഫീസുകളാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഡിസംബർ 30-നകം പൂർത്തിയാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ജനുവരി 25-നകം മുഴുവൻ ഓഫീസുകളും ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കുമെന്നും കളക്ടർ S ചിത്ര പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കരുതലും കൈത്താങ്ങും ആധാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ താലൂക്കിൽ പൂർത്തിയായി. പട്ടാമ്പി താലൂക്കിൽ ഡിസംബർ 26-ാം തീയതിയാണ് നടത്തുന്നത്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ പോർട്ടൽ വഴി പരാതികൾ, നിശ്ചിതമായിട്ടുള്ള വിഷയങ്ങളിലുള്ള പരാതികൾ പൊതുജനങ്ങൾക്ക് നൽകാം. അപ്പോൾ ആ പരാതികളിലൊക്കെ കൃത്യമായിട്ട് അദാലത്ത് തീയതിക്ക് മുമ്പ് തന്നെ
ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധന നടത്തി മറുപടി നൽകും. ആ മറുപടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിമാരെ നേരിട്ട് കാണാം. അതുകൂടാതെ പുതിയ പരാതികളും അന്നേ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് നേരിട്ട് കൊടുക്കാവുന്നതാണ്. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഓഫീസുകൾക്ക് സമ്മാനവും ഒരുക്കിയിട്ടുണ്ട്. നഗരസഭയുടെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റുകൾ നൽകും. യോഗത്തിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വരുൺ വിശദീകരണം നടത്തി. തഹസിൽദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ മോഹൻ, പട്ടാമ്പി നഗരസഭാ സെക്രട്ടറി ബ്ലസ്സി സെബാസ്റ്റ്യൻ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ആഹ്ലാദ പ്രകടനം നടത്തി. ദക്ഷിണ റെയിൽവേ സോണിൽ അംഗീകൃത സംഘടനയായി തൊഴിലാളികൾ DREUവിനെ തെരഞ്ഞെടുത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചായിരുന്നു പ്രകടനം. ഇക്കഴിഞ്ഞ ഡിസംബർ 4, 5, 6 തീയതികളിൽ നടന്ന ഹിതപരിശോധനയിൽ ദക്ഷിണ റെയിൽവേ സോണിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയനെ അംഗീകൃത സംഘടനയായി തൊഴിലാളികൾ വൻ ഭൂരിപക്ഷത്തോടെയാണ് തെരഞ്ഞെടുത്തത്. തൊഴിലാളികളുടെ അംഗീകാരത്തിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ DREU ആഹ്ലാദ പ്രകടനം നടത്തിയത്. പ്രകടനത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പൊതുയോഗം CITU ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. യുദ്ധത്തിൽ ജുഡീഷ്യൽ സ്കൂട്ടണിക്ക് വിധേയമാക്കി ജുഡീഷ്യറിയുടെ പിന്തുണയോടുകൂടിയാണ് ഇത്തവണ ഹിതപരിശോധനയ്ക്ക് ഉത്തരവിട്ടത്. അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ അത്തരത്തിലൊരു ഹിതപരിശോധനയ്ക്ക് തയ്യാറാകുമായിരുന്നില്ല. ജുഡീഷ്യറിയുടെ പിന്തുണയോടുകൂടി ജുഡീഷ്യൽ സ്കൂട്ടണിയുടെ അടിസ്ഥാനത്തിൽ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ഹിതപരിശോധന ഇപ്പോൾ നടന്നത്. ആ ഹിതപരിശോധനയിൽ നമ്മൾ DREU വമ്പിച്ച വിജയം നേടിയെന്നത് ചെറിയൊരു കാര്യമല്ല. ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള, എതിരാളികൾക്ക് ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള ഒരു വിജയമാണ് DREUവിന്റെ ഫലം. AILRSA വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, DREU ബ്രാഞ്ച് പ്രസിഡന്റ് T. രാജേഷ്, കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PB അനിൽകുമാർ, AIGC ഡിവിഷണൽ പ്രസിഡന്റ് സുജിത്ത്, DREU പ്രസിഡന്റ് P. രഘുനാഥ്, DRPU ഡിവിഷൻ സെക്രട്ടറി R. മണി, SCFWA മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ വരവറിയിച്ച് എങ്കക്കാട് ദേശപ്പാന നടന്നു. ഉദയം മുതൽ ഉദയം വരെ നീണ്ടുനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് ഉത്രാളിക്കാവിലമ്മയ്ക്ക് സമർപ്പിക്കുന്ന ദേശപ്പാനയുടെ പ്രത്യേകത. എങ്കക്കാട് ക്ഷേണായി മില്ലിലാണ് ചടങ്ങുകൾ നടന്നത്. തട്ടകവാസികളുടെ ക്ഷേമ ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് നൂറ്റാണ്ടുകളായി ദേശപ്പാന അനുഷ്ഠിക്കുന്നത്. പന്തലിനെ കാൽനാട്ടിക്കൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പാണ്ടിമേളത്തോടെ ഭഗവതിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. തുടർന്ന് കൂറയിടലും തണ്ടുനാട്ടലും അകംപൂകലും നടന്നു. ഉച്ചയ്ക്ക് 3 മണിയോടെ ആരംഭിച്ച കളമെഴുത്തിന് ശേഷം വൈകിട്ട് ദീപാരാധന, തായമ്പക, ലളിത സഹസ്രനാമം എന്നിവയും വിപുലമായ അന്നദാനവുമുണ്ടായി. പുലർച്ചെ തിരുവുഴിച്ചിൽ, പാനവലത്ത് എന്നിവയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂരമ്മയ്ക്കുള്ള ഗുരുതിയോടെയാണ് സമാപനമായത്. മുഖ്യ പാനക്കാരായ ശ്രീധരൻ, തങ്കപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പാരമ്പര്യ രീതിയിലുള്ള പൂജാവിധാനങ്ങൾക്ക് തങ്കപ്പൻ കാർമ്മികത്വം വഹിച്ചു. നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന പാനയുടെ ഐതിഹ്യ കഥകളും അനുഷ്ഠാനം കൊണ്ടും തട്ടകവാസികൾക്കുണ്ടാകുന്ന ആത്മീയ നേട്ടങ്ങളെക്കുറിച്ചും ശ്രീധരൻ വിശദീകരിച്ചു. പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങുകൾ. കുഞ്ഞുട്ടി മൂത്താർക്ക് നടത്തുന്ന കലശത്തോടെ എങ്കക്കാട് വിഭാഗം പൂരച്ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുമെങ്കിലും ദേശപ്പാന നടത്തുന്നതോടെയാണ് പൂരപ്രവർത്തനങ്ങൾ അതിൻ്റെ പാരമ്യത്തിലെത്തുക. അന്നദാനമാണ് പാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ മുതൽ രാത്രി വരെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനമാണ് എങ്കക്കാട് പാനയുടെ സവിശേഷത. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാഹനങ്ങളിലും കാൽനടയായും മറ്റും ശബരിമലയ്ക്ക് പോകുന്ന പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി അയ്യപ്പ ദർശനം തേടി
സ്കേറ്റിംഗിന് ഒരുങ്ങുകയാണ് പാലക്കാട് അകത്തേത്തറ സ്വദേശിയായ മനുരാജ് എന്ന വിദ്യാർത്ഥി. മനുവിന്റെ ശബരിമലയിലേക്കുള്ള സ്കേറ്റിംഗ് യാത്ര വ്യാഴാഴ്ച മന്തക്കരയിൽ വെച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ MLA ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് പിതാവ് മണിഗുരുക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1ാം ക്ലാസ് മുതലാണ് മനുരാജ് സ്കേറ്റിംഗ് പരിശീലനം ആരംഭിച്ചത്. ഏറ്റവും കുറഞ്ഞ ഉയരത്തിലൂടെയുള്ള സ്കേറ്റിംഗ്, സ്ട്രെച്ച് വാക്ക്, 60 കിലോമീറ്റർ സ്കേറ്റിംഗ്, സൂചിയിരുത്തം എന്നിവയിൽ റെക്കോർഡ് നേടിയിട്ടുണ്ട്. കന്നിസ്വാമിയായ മനുരാജിന്റെ സ്കേറ്റിംഗിലൂടെ ശബരിമലയിലെത്തി ദർശനം നേടുക എന്ന ആഗ്രഹത്തിന് പിന്തുണ നൽകുകയാണ് കുടുംബം. 300 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന യാത്ര 19-ന് തുടങ്ങി 21-ന് വൈകുന്നേരം പമ്പയിലെത്തും. മനുരാജിന്റെ പിറകിലായി അച്ഛൻ സ്കൂട്ടറിലും മലമ്പുഴയിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ നഴ്സ് കൂടിയായ അമ്മ രുക്മിണി പ്രാഥമിക ചികിത്സാ സംവിധാനങ്ങളുമായും ഇവരെ അനുഗമിക്കും. മലമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് മനുരാജ്. ശബരിമലയ്ക്ക് ഓട്ടം തുടങ്ങുകയാണ്. പുറകിൽ ഞാൻ സ്കൂട്ടറിൽ ഒപ്പം തന്നെ ഉണ്ടാവും. ഇവിടെ നിന്ന് അതുവരെ എൻ്റെ പുറകിൽ ഒരു ബൊലേറോ ജീപ്പുണ്ട്. ഫസ്റ്റ് എയ്ഡ് ആയി ഒരു നേഴ്സ് സഹിതം പുറകിലുണ്ട്. അങ്ങനെയാണ് ഒരു 3 ദിവസത്തിനകം അവിടെ എത്താൻ. 19-ന് സ്റ്റാർട്ട് ചെയ്ത് 20, 21 ആ ദിവസം രാത്രി പമ്പയെത്തും. അതിനുശേഷം അവിടെ സൗകര്യം പോലെ പോയി തൊഴുതി തിരിച്ചു വരുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. മനുരാജ്, S. രാജേഷ്, K. ശശി എന്നിവരും മണി ഗുരുക്കൾക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി യൂണിറ്റിന്റെ 25ാമത് വാർഷിക സമ്മേളനം ചെറുതുരുത്തിയിൽ നടന്നു. AKTA തൃശൂർ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സംഘങ്ങളിലേക്കും ഒരു പുസ്തകം പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാ സംഘങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് സംഘടന എന്താണെന്നും ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ എന്താണെന്നും സ്വാന്തനം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്താണെന്നും സ്വയം സഹായ സംഘങ്ങൾ എന്താണെന്നും അതിൻ്റെ ആനുകൂല്യങ്ങൾ എന്താണെന്നും ആ ആനുകൂല്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രിന്റ് ചെയ്ത് എല്ലാ സംഘങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യൂണിറ്റ് പ്രസിഡന്റ് MM ഖദീജ അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ നഗർ ഏരിയ ട്രഷറർ ബിന്ദു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ ജ്യോതി വരവുചില കണക്ക് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി MT രമ്യ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദേശമംഗലം സെക്രട്ടറി M ദാമോദരൻ, സുശീല, രജനി, പത്മജ, സിന്ധു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പുഴകളുടെയും നീർച്ചാലുകളുടെയും ജനകീയ വീണ്ടെടുപ്പിന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിക്ക് കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് തല ഉദ്ഘാടനം 6ാം വാർഡിലെ തോട്ടുപാടം പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. കില RP മുഹമ്മദ് മൂസ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മിനിമോൾ, രജിത, ഗീത, അനിത എന്നിവർ സംസാരിച്ചു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്ലബ്ബുകളോടാണ്. ഷട്ടിൽ ട്രാക്ക് സ്പോർട്സ് ലക്കിടിയിലാണ് നടന്നത്. ക്രിക്കറ്റ് PCC ക്ലബ്ബ് ഏറ്റെടുത്തതാണ്. ഫുട്ബോൾ യുവശക്തി പുത്തൂർ ക്ലബ്ബാണ് ഏറ്റെടുത്തത്. വോളിബോൾ ഇന്റർ മിലാൻ ലക്കിടി. കലാമത്സരങ്ങൾ നടത്തിയത് വികാസ് ക്ലബ്ബ് രാമവർഷപ്പടിയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറി. ജനപ്രതിനിധികൾ, ഭരണസമിതി അംഗങ്ങൾ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വാഗതവും പഞ്ചായത്ത് അംഗം അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സ്വർലയ നൃത്ത സംഗീതോത്സവം ഡിസംബർ 21 മുതൽ 31 വരെ പാലക്കാട്ട് നടക്കും. 11 ദിവസങ്ങളിലായി പ്രമുഖർ അവതരിപ്പിക്കുന്ന 26 പരിപാടികൾ അരങ്ങിലെത്തുമെന്ന് സ്വർലയ സെക്രട്ടറി TR അജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത പിന്നണി ഗായകരുടെ ഗാനമേളകൾ, ഹിന്ദുസ്ഥാനി ഉപകരണ സംഗീതം, മ്യൂസിക് ബാൻഡ്സ്, ഫ്യൂഷൻ, ഭാരതീയ നൃത്തരൂപങ്ങൾ എന്നിവ വിവിധ ദിവസങ്ങളിലായി വേദിയിലെത്തും. ജീവിത വിജയം നേടിയ പ്രമുഖർക്കുള്ള ആദരം
സ്വരലയ ജയരാജ് പുരസ്കാര സമർപ്പണം, സ്വരലയ കലാമണ്ഡലം രാമൻകുട്ടി നായർ പുരസ്കാര സമർപ്പണം, വിവിധ മത്സര വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണം, ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം എന്നിവയും നൃത്തസംഗീതോത്സവത്തോടനുബന്ധിച്ച് നടക്കുമെന്ന് TR അജയൻ പറഞ്ഞു. ഒരു വാർത്ത നിങ്ങളെല്ലാവരും കൊടുത്തതാണ്. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ഒരു പ്രതിമ പാലക്കാട് സ്ഥാപിക്കുന്നത്. അതിനോടനുബന്ധിച്ച് സ്വർഗയുമായി സഹകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ പ്രശസ്തരായ ഗായകർ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉടൻ സമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൂടാതെ കേരള കലാമണ്ഡലവുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു നൃത്തോത്സവവും മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത് കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടുകൂടെ സ്വരലയ ഭാരവാഹികളായ വസന്ത് പാറക്കാട്, പ്രസാദ് മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ടൗൺ SNDP വനിതാ സംഗമം, കുടുംബസംഗമം അഞ്ഞക്കാട് ശ്രീനാരായണ സമാജം ഹാളിൽ നടന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ടൗൺ SNDP വനിതാ സംഘം പ്രസിഡന്റ് സരോജം സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി MS സാബു, ശ്രീനാരായണ സമാജം സെക്രട്ടറി UD ദിനേശൻ, M രാമചന്ദ്രൻ, KS ദേവരാജൻ, സ്വയംപ്രഭ, ഹേമലത എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, സംഘഗാനം, ഭക്തിഗാനാലാപനം, മറ്റ് കലാപരിപാടികൾ എന്നിവയുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ സഹസ്ഥാപനമായ വല്ലപ്പുഴ ദാറുൽ നാജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സ് 30ാം വാർഷിക സനദ്ദാന സമ്മേളനം ഡിസംബർ 19 തുടങ്ങും. 4 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികൾക്ക് 19 വൈകിട്ട് 5 മണിക്ക് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടെ തുടക്കമാകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 19 വൈകിട്ട് 7 മണിക്ക് ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനറൽ സെക്രട്ടറി PP വീരാൻ ഹാജി പതാക ഉയർത്തും. 4 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. മാമോൻ ഹുദവി വണ്ടൂർ മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ മുഹമ്മദ് മോഹസിൻ MLA വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അതോടൊപ്പം തന്നെ സാംസ്കാരിക സംഗമം, ഖുർആൻ ടാലന്റ് പ്രോഗ്രാം, മതപ്രഭാഷണം, ആത്മീയ സദസ്സ്, ഇഷ്ക് മജ്ലിസ് തുടങ്ങിയ വിവിധ പരിപാടികൾ, പൊതുസമ്മേളനം, ഉദ്ഘാടന സമ്മേളനം, നിരവധി സെഷനുകളിലായി വളരെ ശ്രദ്ധേയമായ പരിപാടിയാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഔദ്യോഗികമായി ഇന്ന് വൈകുന്നേരം പതാക ഉയർത്തുന്നതോടുകൂടെ സമാരംഭം കുറിക്കും. വിളംബര റാലിയും നാളെ മുതൽ ഔദ്യോഗികമായ പരിപാടികൾ ആരംഭിക്കുകയാണ്. സമസ്തയുടെ സന്നദ്ധരായ നേതാക്കളും പാണക്കാട്ടെ സാധാത്തുക്കളും പ്രഗത്ഭരായ പ്രഭാഷകരൊക്കെ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കാനാണ് ഭാരവാഹികളായ 20 വെള്ളിയാഴ്ച നടക്കുന്ന പരിപാടികൾ കേരള ജംഇയ്യത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞുമുഹമ്മദ് മുസലിയാർ ഉദ്ഘാടനം ചെയ്യും. ആത്മീയ സംഗമത്തിൽ അൻവർ അലി ഹുദവി പുളിയക്കോട് ഇഷ്ക് മജ്ലിസിന് നേതൃത്വം നൽകും. സുലൈമാൻ ദാരിമി ഏലംകുളം സമാപന പ്രാർത്ഥന നയിക്കും. നജീബ് കാന്തപുരം MLA വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 21 നടക്കുന്ന പരിപാടികൾ SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നുസ്ര കുടുംബസംഗമത്തിൽ മുസ്തഫ ഹുദവി ആക്കോട് വിഷയം അവതരിപ്പിക്കും. വൈകിട്ട് നടക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ നിർവഹിക്കും. ഹാഫിൾ അഹമ്മദ് കബീർ ബാഖവി കാഞ്ഞാർ മുഖ്യപ്രഭാഷണം നടത്തും. ഹാരിസ് ബീരാൻ MP വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 22 ഞായറാഴ്ച പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള സ്ഥാനവസ്ത്ര വിതരണം ഉസ്താദ് ബാവ ഹുദവി പറപ്പൂർ നിർവഹിക്കും. PK മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ സ്ഥാനവസ്ത്രം വിതരണം ചെയ്യും. രാത്രി 7 മണിക്ക് സ്ഥാപനത്തിൽ പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് ബിരുദദാനം നടക്കും. സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP, N ഷംസുദ്ദീൻ MLA എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സയ്യിദ് PK ആറ്റക്കോയ തങ്ങൾ,
PP വീരാൻ ഹാജി, K ദാവൂദ് ഹാജി, സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തരം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MR അജിത് കുമാറിന് പ്രമോഷൻ നൽകിയതിൽ തെറ്റില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകരുതെന്ന് ഒരു കോടതി വിധിയിലും പറഞ്ഞിട്ടില്ല. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പുറത്തിറക്കി. കോൾമന്നം ഏരിയ സമ്മേളനത്തിന് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പ്രതിനിധി സമ്മേളനത്തോടെ തുടക്കം. വാർഡ് പുനർവിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. പട്ടാമ്പി നഗരസഭ ഉൾപ്പെടെ 9 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി. അശാസ്ത്രീയ വാർഡ് വിഭജനം ആരോപിച്ച് പാലക്കാട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മുസ്ലിം ലീഗ് പ്രതിഷേധം. BJPയുടെ തുടർഭരണം ലക്ഷ്യമിട്ട് നടത്തിയ വാർഡ് വിഭജനത്തിന് ചുക്കാൻ പിടിച്ചത് CPM അനുകൂല ഉദ്യോഗസ്ഥ സംഘടനാ നേതാക്കളെന്ന് IUML സംസ്ഥാന കമ്മിറ്റി അംഗം MM ഹമീദ്. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NHM ജീവനക്കാരുടെ സൂചനാ പണിമുടക്ക്. NHM എംപ്ലോയീസ് ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. സംസ്ഥാനത്ത് 10,000-ഓളം NHM ജീവനക്കാർ പണിമുടക്കിയതായി ഫെഡറേഷൻ. സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റപ്പാലത്ത് KSTA മാർച്ചും ധർണയും. അന്യായമായ വൈദ്യുതി നിരക്ക് വർധനയാരോപിച്ച് കോൺഗ്രസിന്റെ പ്രക്ഷോഭം തുടരുന്നു. പട്ടാമ്പി മിനി വൈദ്യുതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച്. സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അമ്പലപ്പാറയിൽ കായിക പ്രേമികളുടെ സ്വപ്ന സാക്ഷാത്കാരമായി ആധുനിക കളിസ്ഥലം ഒരുങ്ങുന്നു. ചെറുമുണ്ടശ്ശേരിയിലെ കളിസ്ഥലം നവീകരിക്കുന്നത് 1 കോടി രൂപ ചെലവിൽ. നിർമ്മാണോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ഓഫീസുകളും ഹരിത കാര്യാലയങ്ങളാക്കുന്ന നടപടികൾ തുടങ്ങി. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഡിസംബർ 30-നകം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ജലസംഭരണി യാഥാർത്ഥ്യമാകുന്നു. പ്രവൃത്തിക്ക് 4 കോടിയുടെ ഭരണാനുമതിയായി. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ വരവറിയിച്ച് എങ്കക്കാട് ദേശപ്പാന. പാനയുടെ സവിശേഷത ഉദയം മുതൽ ഉദയം വരെ നീളുന്ന ചടങ്ങുകൾ. അന്നദാനത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.